ഇന്ത്യയുടെ ഭരണഘടന അദ്ദേഹത്തിന് പിടിച്ചിട്ടില്ല. നമ്മൾ അഭിമാനമായി നമ്മൾ കരുതുന്ന സമാനതകളില്ലാത്ത ഈ രാജ്യത്തിന്റെ ഭരണഘടന, ഞങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ അഭിമാനത്തോടു കൂടി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് പ്രസംഗിക്കും. ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ ഭരണഘടന നിഷ്പക്ഷമായ ഭരണഘടനയല്ല. ഞങ്ങളുടെ ഭരണഘടന പക്ഷം പിടിക്കുന്ന ഭരണഘടനയാണ്. ആരുടെ പക്ഷം? പാവപ്പെട്ടവന്റെ, സാധാരണക്കാരന്റെ, ന്യൂനപക്ഷക്കാരന്റെ, നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ പക്ഷം പിടിക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് അഭിമാനത്തോടു കൂടി സംസാരിക്കും, ഇല്ലേ? കാരണം എന്താ? അത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ്. ഈ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ വൈവിധ്യങ്ങളെയും വ്യത്യസ്തതകളെയും എല്ലാം ഹൃദയത്തിലേക്കിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗാന്ധിയും നെഹ്റുവും മൗലാന ആസാദും ഒക്കെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ രാജ്യത്തുടനീളം ചുറ്റി സഞ്ചരിച്ച് ഈ രാജ്യത്തുണ്ടായിരുന്ന എല്ലാ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ, എല്ലാ പോരാട്ടങ്ങളെയും എല്ലാം ദേശീയ പ്രസ്ഥാനത്തിൽ ലയിപ്പിച്ചു. എപ്പോഴും ആവർത്തിച്ച് ഞാൻ പറയും, എല്ലാ അരുവികളും നദികളും ഒഴുകി മഹാസാഗരത്തിൽ ചെന്നു ചേരുന്നത് പോലെ ഈ രാജ്യത്തെ വ്യത്യസ്തമായ ചിന്താധാരകളെല്ലാം ഒന്നിച്ച് ചേർന്ന ഒഴുകിയെത്തിയ മഹാസാഗരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ആകാശത്ത് നിന്ന് പൊട്ടി വീണ വാക്കുകളല്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വെച്ച വാക്കാണ്. അതാണ് ലോകം ഇതുവരെ കാണാത്ത വലിയ ഭരണഘടനാ അസംബ്ലി. പ്രഗത്ഭരായ പണ്ഡിതരായ നിയമജ്ഞന്മാർ ഒരുമിച്ച് നിന്ന് തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭരണഘടന. ഡോക്ടർ BR അംബേദ്കറിനെ പോലുള്ള പിന്നോക്ക ജനവിഭാഗത്തിന്റെ പടത്തലവനായിരുന്ന ഒരാളെ ഗാന്ധിയും നെഹ്റുവും നിയമമന്ത്രിയാക്കി. എന്നിട്ട് ആ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാക്കി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുണ്ടാക്കിയ ഈ രാജ്യത്തിന്റെ ഭരണഘടന കൊള്ളരുതാത്ത ഭരണഘടനയാണെന്ന് എഴുതി വെച്ച ആളുടെ പേരാണ് ഈ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിൽ. ഞങ്ങൾ രാഷ്ട്രീയമായി എതിർക്കും, ഒരു സംശയം വേണ്ട, രാഷ്ട്രീയമായി എതിർക്കും, എതിർക്കുക തന്നെ ചെയ്യും. കാരണം ഇവരാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്നു അഞ്ചാമത്തികളായി പ്രവർത്തിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരന്മാരായ ദേശാഭിമാനികളെ ബ്രിട്ടീഷ് പട്ടാളത്തിനും പോലീസിനും ഒറ്റുകൊടുത്ത ദേശദ്രോഹികളാണ്.